ഒക്കെ ഇട്ട് അപ്പോ ആ ഗേറ്റ് അടഞ്ഞു കിടക്കുക. വലിയ രണ്ടായിട്ട് തുറക്കുന്ന ഗേറ്റ് അടഞ്ഞു കിടക്കും, ക്ലോസ് ആയി. അപ്പൊ അവിടെ ഞാൻ കണ്ടു, അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ കണ്ടു ഒരു ചെറിയ ബോർഡ് തൂക്കിയിട്ടിരിക്കും. എന്തായിരിക്കും? നിങ്ങൾ അങ്ങനെ ഗേറ്റ് കണ്ടിട്ടുണ്ടോ? ബോർഡ് തൂക്കിയിരിക്കുന്ന ഗേറ്റ്. ഇപ്പൊ അങ്ങനെ അധികമായിട്ടില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതിലെഴുതിയിരിക്കുക ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? അനുവാദമില്ലാതെ ഇതിനപ്പുറത്തേക്ക് കടക്കുന്നത് ശിക്ഷാർഹമാണ്. അത് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുവാദത്തോടെ അങ്ങോട്ട് കടക്കാൻ പറ്റും. ഇതൊക്കെ ആദ്യം ഇതൊക്കെ എന്തുവാ? അന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഇതിന്റെ അർത്ഥമൊന്നും അറിയില്ല. ട്രസ്പാസേഴ്സ് വായിച്ചു, വിൽ ബി പ്രോസിക്യൂട്ടഡ്. പ്രോസിക്യൂട്ട് അറിയാം. അപ്പൊ നമ്മളെ ശിക്ഷിക്കുവോ? പിന്നെ പിൽക്കാലത്താണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോ ഒരു ലൈൻ വരച്ചിട്ട് അതിനപ്പുറത്തോട്ട് കടക്കരുത്. കടക്കുന്നത് ശിക്ഷയ്ക്ക് യോഗ്യമാണ്. അനുവാദമുണ്ടെങ്കിലേ ഇതിനപ്പുറത്തോട്ട് കടക്കാവൂ എന്നുള്ള മുന്നറിയിപ്പ് അവിടെ പറയുന്നത്. ഇതുപോലെയാണ് അനുവാദമില്ലാത്ത പലയിടത്തും നമ്മൾ ഓടിച്ചെന്ന് കടക്കാറുണ്ട്, അല്ലേ? ഉണ്ടോ? അനുവാദമില്ലേ, നമ്മുടെ ആളല്ലേ, അതുകൊണ്ട് കയറി പോകാം. പക്ഷെ ഇവിടെ പറയുകയാണ് അനുവാദമില്ലാത്തടത്ത് ചെന്ന് കടക്കുന്നത്, അനുവാദമില്ലാതെ കിടക്കുന്നത് ശിക്ഷയ്ക്ക് യോഗ്യമാണെന്ന്. അപ്പൊ ഈ ഇവിടെ തന്നെ വായിച്ചപ്പോൾ നമ്മൾ കണ്ടു, ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം, അന്നേരം കുറച്ചുകൂടെ ക്ലിയർ ആവും. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5, 7, 10 വാക്യങ്ങൾ വായിച്ചു. അഞ്ചാമത്തെ വാക്യം വായിച്ചു. 7 വായിച്ച്. അപ്പൊ 6-ാമത്തെ വാക്യം കൂടെ നോക്കി. 6 തമിഴിൽ 6. മതി. അപ്പോ ഈ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം നാവിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു അധ്യായം. മനുഷ്യന്റെ നാവ് നമ്മുടെ ഒരു ചെറിയ അവയവമാണ്. നമ്മൾ കണ്ടാൽ അത് വലിയ വലിപ്പമൊന്നുമില്ല. നമ്മൾ വായ അടച്ചു കഴിഞ്ഞാൽ അത് കാണത്തില്ല. കുറച്ചകത്തോട്ടൊക്കെ വേണേൽ നമുക്ക് വലിച്ചു വെക്കാം. ചെറിയൊരു അവയവം. ആ നാവിനെ കുറിച്ച് പറയുന്ന ഭാഗം എത്ര ഭീകരമല്ലേ നാവ് എന്ന് പറയുന്നത്. ഈ നിങ്ങള് പണ്ട് കാലത്തെ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പണ്ട് കാലത്തുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കേരളത്തിൽ പണ്ട് വിദ്യാഭ്യാസം ഇതുപോലെയുള്ള സ്കൂളിലൊന്നും അല്ല പോയി വിദ്യാഭ്യസിച്ചോണ്ടിരുന്നത്. ഒരു ഗുരു കാണും. ഗുരുവിന്റെ വീട്ടിൽ പോയി അവിടെ താമസിച്ചാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. ഒരു പയ്യന്, അല്ലെങ്കിൽ അന്ന് കാലത്ത് ആൺകുട്ടികളാണ് കൂടുതൽ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. അപ്പോ ഈ കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാ? ആ ഗുരുവിന്റെ വീട്ടിലേക്ക് അയക്കും. അവിടെയാണ് അവൻ ഗുരു എല്ലാം അഭ്യസിപ്പിക്കുന്നത്. അവൻ വിദ്യാഭ്യാസം കഴിഞ്ഞു, ചെയ്തു, അവനെല്ലാം ഓക്കെ ആയി എന്ന്
ഗുരുവിന് മനസ്സിലാകുമ്പോഴാണ് അവനെ പിന്നെ വീട്ടിലേക്ക് മടക്കി അയക്കുന്നത്. അപ്പോ ഗുരുവിന്റെ അടുക്കൽ എന്തൊക്കെയാ പഠിക്കുന്നതെന്ന് അറിയാമോ? നീ എങ്ങനെ സംസാരിക്കണം. മനസ്സിലായോ? നീ എങ്ങനെ സംസാരിക്കണം, നീ എവിടെ സംസാരിക്കണം. നമ്മൾ എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കയറി സംസാരിക്കാൻ ഇല്ല. നീ എവിടെ സംസാരിക്കണം, നീ സംസാരിക്കേണ്ട ഇടങ്ങൾ, സ്ഥലം, പിന്നെ എപ്പോൾ സംസാരിക്കണം. എപ്പോൾ, അതിനുള്ള സമയമുണ്ട്, സ്ഥലമുണ്ട്, രീതിയുണ്ട് ഈ സംസാരത്തിന്. അപ്പോ ഗുരുവിന്റെ അടുക്കൽ പഠിക്കുമ്പോ ഇതെല്ലാം പഠിക്കും. നീ എങ്ങനെ സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, പിന്നെ എല്ലാ കാര്യം. സംസാരം മാത്രമല്ല, നിന്റെ ജീവിതം മുഴുവൻ നീ എങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. നല്ല ഒരു ശിഷ്യനാക്കി തീർത്തതിന് ശേഷം ആ ഗുരു അവനെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ അടുക്കലാണ് ഈ മകൻ അല്ലെങ്കിൽ മകൾ വിദ്യ അഭ്യസിക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യത്യാസമാണ്. അവരുടെ പ്രാവർത്തികമായിട്ടുള്ള ശൈലിയിലാണ് അവർ പഠിപ്പിക്കുന്നത്, അവർ കാര്യങ്ങൾ ചെയ്യുന്ന. ഇന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കണക്കുകളും നമുക്ക് ആവശ്യമില്ലാത്ത കുറെ സയൻസുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ പഠിക്കുന്നത്. എന്നാൽ അന്ന് കാലത്ത് ഗുരു പഠിപ്പിച്ചിരുന്നത് അവനെ ജീവിക്കാൻ സഹായകമായ കാര്യങ്ങൾ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം, ഒരാളെ കണ്ടാൽ അവനുമായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെ ഇടപെടണം, അതൊക്കെയാണ് അവൻ പഠിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റുള്ളവർ കാണുമ്പോൾ കൊള്ളാം, ഇവന്റെ സംസാരം കൊള്ളാം, ഇവന്റെ ഇടപാട് കൊള്ളാം, പ്രവർത്തനം കൊള്ളാം, അവന്റെ നടപ്പ് കൊള്ളാം, അവന്റെ ഇരിപ്പ് കൊള്ളാം, ആകെ മാനം അവൻ കൊള്ളാം, കാര്യങ്ങൾ അറിയാവുന്നവൻ, മിടുക്കൻ എന്ന് പറയും. അപ്പോ ഇവിടെ പറയുന്നു, പരിശീലനം ലഭിക്കുന്നത് ഒരു ശിഷ്യന് ഗുരുവിന്റെ വീട്ടിലാണ്. ഗുരുവിന്റെ വീട്ടിലെ പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് അവൻ ഒരു ശിഷ്യനായി തീരുന്നത്. ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ ആരുണ്ടായിരിക്കണം? ഗുരു ഉണ്ടായിരിക്കണം. ഒരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശിഷ്യൻ എന്ന് പറയുവാനായിട്ട് സാധിക്കൂ. ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചപ്പോഴേ അവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയും. തമിഴിൽ എന്തോ പറയുന്നത്? ചെറിയ അവയവമാ, പക്ഷെങ്കിൽ ആ ചെറിയ അവയവം പറയുന്നതുണ്ടല്ലോ വലിയ വലിയ കാര്യങ്ങളാ പറയുന്നത്. മലയാളത്തിൽ പറയുന്നു വമ്പ് പറയുന്നു, ഇല്ലാത്തവയെ പറയുന്നു. ഒരു കൊച്ചവയവം. നമുക്ക് എത്ര പേർക്കുണ്ട് ആ സ്വഭാവം? ഈ ചെറിയ അവയവം കൊണ്ട് ഞാൻ എന്നതാണ്, അങ്ങനാണ്, ഇല്ലാത്ത കാര്യമാണ്. സത്യത്തിൽ ഇതൊന്നും ഉള്ളതല്ല. ഇല്ലാത്ത കാര്യം പടച്ചുവിടാൻ, പറഞ്ഞു വെക്കാൻ വളരെ ബഹുസമർത്ഥമായ ഒരു അവയവമാണ് നാവ്, മനുഷ്യന്റെ നാവ്. വീണ്ടും താഴോട്ട് പറയുന്നു, നാവ് 6-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യത്തിൽ 5-ലും 6-ലും കൂടെ പറയുന്നു, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. നാവ് ഒരു തീയാണെന്ന്. നമ്മൾ സാധാരണ തീ എങ്ങനെ ഉണ്ടാക്കുന്നത്? പണ്ട് കാലത്തെ മനുഷ്യർ കല്ലിട്ട് ഉരച്ചാണ് തീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എങ്ങനെയാ? ഒന്നുകിൽ മാച്ച് ബോക്സ് ഉരയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് എങ്ങനെയാ, ലൈറ്റർ ഉണ്ടല്ലേ. ഗ്യാസിനാണെന്നുണ്ടെങ്കിൽ ലൈറ്റർ, മറ്റേതിനാണെന്നുണ്ടെങ്കിൽ മറ്റേ ലൈറ്റർ. ഇപ്പൊ എത്ര സൗകര്യം, പെട്ടെന്ന് തീയായി. ഇവിടെ പറയാ, അതുപോലെ ഈ നാവ്, എന്റെയും നിങ്ങളുടെയും നാവ് ഒരു തീയാണ്. വലിയ കാടിനെ കത്തിക്കാൻ, ഒരു കുടുംബത്തെ തകർക്കാൻ, ഒരു സമൂഹത്തെ ഇല്ലാതെയാക്കുവാൻ, ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ ഈ നാവ് മതിയെന്ന്. ഈ നാവ് കത്തിക്കുന്ന തീ എത്രയോ കുടുംബങ്ങളെ തകർക്കും, എത്രയോ ജീവിതങ്ങളെ തകർക്കും.
ഓ, ഞാൻ കണ്ടു, കണ്ടതൊന്നും അല്ല. ഞാൻ കണ്ടു എന്നും പറഞ്ഞാൽ പല കാര്യങ്ങൾ പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തകർക്കുന്ന, തീ കത്തിച്ച് കരിച്ചു കളയുക ജീവിതങ്ങളെ, കുടുംബങ്ങളെ. ഇവിടെ പറയുക ഈ നാവ്, ഓ, നാവെന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അതിന്റെ പ്രവൃത്തികൾ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. 7-ാമത്തെ വാക്യം, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു, മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല. കണ്ടോ, നമുക്കിന്ന് എത്ര ആനയെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് നാട്ടിൽ മെരുക്കി നാട്ടാനയാക്കി ജോലി ചെയ്യിപ്പിക്കുന്നു, അല്ലേ? എത്രയോ ആനകളെ. കാട്ടിൽ ജനിച്ചു വളർന്നതായിട്ടുള്ള മൃഗമാണ് ആന. അതിന് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്ത് അതിനെ ശരിയാക്കിയെടുക്കുന്നു. എത്രയോ മൃഗങ്ങളെ അങ്ങനെ മനുഷ്യൻ പറഞ്ഞ് അവന്റെ വാക്കുകൊണ്ട് മെരുക്കിയെടുക്കും. ഇവിടെ പറയുക, ഇത്രയും വലിയ കാട്ടുമൃഗത്തെ മെരുക്കിയെടുക്കുന്ന മനുഷ്യന്റെ നാവിനെ മറ്റൊരു മനുഷ്യന് മെരുക്കാൻ സാധിക്കത്തില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ നാവ് എങ്ങനെയുണ്ട്? ഇത് ചിന്തിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഈ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും ഇതൊരു തീയ, വലിയ കാടിനെ കത്തിക്കുവാൻ തക്കതായ തീ ആയിട്ട് ഈ നാവ് ഉണ്ട്, പ്രവർത്തിക്കും. ഈ നാവ് മതി എത്ര വലിയ കാടിനെ, എത്ര വലിയ മേഖലയെ കത്തിച്ചില്ലാതെയാക്കാനായിട്ട് സാധിക്കുന്നു. ഈ നാവിനെ മെരുക്കാനായിട്ട് ഒക്കത്തില്ല. ഇത്ര വിദഗ്ധനായ മനുഷ്യന് പോലും നമുക്കൊരാളോട് പറയാം, അത്രേ ഉള്ളൂ, അല്ലേ? നീ ഇന്നത് ചെയ്യരുത്, നമുക്ക് പറയാനേ ഒക്കൂ. അത് ചെയ്യേണ്ടതാരാ? അവര് ചെയ്യണം. അവരനുസരിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോ ഇവിടെ പറയുകയാണ്, നാവിനെ മെരുക്കാനായിട്ട് മനുഷ്യനാൽ അസാധ്യം. ഒരാൾ ഒന്ന് പറഞ്ഞാൽ നമ്മള് 10 പറയും. 2 കൊള്ളാം, 2ഒക്കെ പണ്ടായിരുന്നു. ഇപ്പം ഒരുത്തന് ഒന്ന് പറഞ്ഞാൽ നമ്മൾ 10 പറയാം. അല്ല, നമുക്ക് ഉറക്കം വരത്തില്ല, അല്ലേ? നമുക്ക് പ്രയാസം. 10 പറയാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒന്ന് കയറിയാൽ പിന്നെ അവനോട് ഞാൻ 2 കൂടെ പറഞ്ഞിട്ട് പിന്നെയും പോവും. പേരെന്തുവാ? ഈ പറയുന്ന പുള്ളിയുടെ പേരെന്തുവാ? നമ്മുടെയൊക്കെ പേരെന്തുവാ? പേരില്ലേ? ഞാനോർത്ത് നിങ്ങൾക്കൊക്കെ പേരുള്ളവരായിരിക്കും. പേരെന്തുവാ? എന്താ മോളെ? പേരെന്തുവാ? ക്രിസ്ത്യാനി, ശിഷ്യൻ, ക്രിസ്തുവിന്റെ, അതാ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി ആ പേരും വഹിച്ചോണ്ടാ നടക്കുമ്പോ. പക്ഷെങ്കിൽ എങ്ങാനും ആ റോഡിൽ കൂടെ പോകുമ്പോ ആരെങ്കിലും നമ്മുടെ മുഖത്തോട്ട് നോക്കി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തീർന്നു. അവിടെ നമ്മുടെ ഈ ലേബലും അഴിച്ചു വെച്ചുകൊണ്ട് വേണം പിന്നെ നമ്മൾ പോകാൻ. പക്ഷേ നമ്മൾ ആരും ആ ലേബൽ അഴിക്കാറില്ല. ആ ലേബൽ കൂടെ ഒട്ടിച്ചേക്കും. എന്തുവാ? ക്രിസ്ത്യാനി. ഓ, പിന്നെ നാവങ്ങോട്ട് വളച്ചാൽ എന്തൊക്കെയാ അവിടെ നടക്കുന്നത്, അല്ലേ? അതാ പറയുന്നത്, ഈ നാവിന്റെ ഭയാനകമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കും. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു നാവെന്ന് പറയുമ്പോൾ അതാണ് ശിഷ്യന്റെ നാവ്. അതാണ് ശിഷ്യന്റെ നാവ്. അപ്പോ ഈ ശിഷ്യന്റെ നാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അത് പരിശീലനം
ലഭിച്ച നാവ. ഗുരുവിന്റെ പരിശീലനത്തിൽ കൂടെ കടന്നുപോയി എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എന്തിന് സംസാരിക്കണം എന്ന പരിശീലനത്തിൽ കൂടെ കടന്നുപോയ നാവാണ് ഒരു ശിഷ്യന്റെ നാവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാം യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാവിനെ പരിശീലനത്തിൽ കൂടെ കടത്തിവിട്ട് ഒരു ശിഷ്യന്റെ നാവാക്കി തീർക്കുന്ന അനുഭവം ഉണ്ടാകണം. കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നാവായിരിക്കണം. ഈ സ്നാനപ്പെടുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഈ നമ്മള് പോക്കറ്റിലൊന്നും ഇടാതാണല്ലോ അല്ലേ സ്നാനപ്പെടുന്നത്, ഡ്രസ്സ് മാത്രം. അപ്പൊ ആളുകൾ പറയും, നീ സ്നാനപ്പെട്ടപ്പോ നിന്റെ പേഴ്സും സ്നാനപ്പെടേണ്ടിയിരുന്നു, അതുകൊണ്ടാണ് നമ്മളൊന്നും കൊടുക്കാത്ത പലപ്പോഴും. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്നാനപ്പെടുമ്പോ എന്തുകൂടെ സ്നാനപ്പെടണം? നമ്മുടെ പേഴ്സൂടെ സ്നാനപ്പെടണം. പൈസ വെക്കുന്ന പേഴ്സ് അതുകൂടെ സ്നാനപ്പെടണം. അപ്പൊ ഇവിടെ പറയുകയാണ്, പലപ്പോഴും നമ്മുടെ നാവ് സ്നാനപ്പെടാറില്ല. കാര്യം നമ്മൾ വായും പൊളിച്ചല്ലല്ലോ വെള്ളത്തിൽ മുങ്ങുന്നാണോ? അല്ല, അടച്ചു പിടിച്ച് മൂക്കും അടച്ചാണ് നമ്മൾ മുങ്ങുന്നത്. അപ്പൊ ഈ നാവ് വെള്ളത്തിൽ മുങ്ങുന്നില്ല, അത് സ്നാനപ്പെടാറില്ല. അതാണ് പലരുടെയും പലപ്പോഴും ഉള്ള പഠനം. അപ്പൊ ഇന്ന് ആരാ സ്നാനപ്പെടുന്നത്? ആഹാ, അപ്പം നാവ് സ്നാനപ്പെടണം മോടെ. ഓർത്തോ, ഇനിയും സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഈ നാവിന് വേണ്ടാത്തതൊന്നും ഒന്നും വരരുത്. സ്നാനപ്പെട്ട് ഒരു ശിഷ്യനായി കഴിഞ്ഞു. നാവും ആരുടെ നാവ? ശിഷ്യന്റെ നാവ്. അപ്പൊ വീട്ടിൽ പപ്പായും മമ്മിയും ഒക്കെ ഇനി ഇങ്ങോട്ട് വാടി എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? പഴയതുപോലൊന്നും ഇനി പറയരുത്. വളരെ ശ്രദ്ധിക്കണം. നാവ് ഉപയോഗിക്കുന്ന, നാവ് വളയ്ക്കുന്നത് എന്തിനാ വളയ്ക്കുന്നത്? എന്തോ പറയാനായി നാവ് വളയ്ക്കുന്നത്? ഞാൻ എൻ്റെ നാവ് വളച്ചാൽ ആർക്കെങ്കിലും ദോഷം ഉണ്ടാകുമോ? എൻ്റെ യേശുവിനത് ദോഷം, യേശുവിന്റെ നാമത്തിന് ദോഷമുണ്ടാകുമോ? ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുന്നതിന് വിരുദ്ധമാണോ എൻ്റെ സംസാരം? ഇനിയും അർത്ഥമാണോ? സ്നാനപ്പെടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, നമുക്ക് സന്തോഷമാണ് അല്ലേ? ഞാനും സ്നാനപ്പെടുക, കൈ ഉയർത്തി. പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞാണ് നമ്മുടെ വിഷയം വരുന്നത്. ഒരു ശിഷ്യന്റെ നാവ് തന്നിരിക്കും. ശിഷ്യന്റെ നാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താ? പരിശീലനത്തിൽ കൂടെ കടന്നുപോയ, പരിശീലനത്തിൽ കൂടെ കടത്തിവിട്ട നാവ്. 17-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 17. ആ ആ ആ മതി. അപ്പോ മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. ആ ആ ആ ആ എത്ര മനോഹരമായിട്ടുള്ള ഒരു വാക്യമായല്ലേ. അതിന്റെ തുടക്കം എന്തുവാ? നീ എന്നെ നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, പരിശോധിച്ചു. ഓക്കെ, ശോധന ചെയ്തു. നീ എന്നെ പരീക്ഷിച്ചു. രാത്രിയിൽ നീ എന്നെ സന്ദർശിച്ചു. അങ്ങനെ അവിടെ ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? രാത്രിയിൽ നീ എന്നെ സന്ദർശിച്ചു, എന്നെ വിസിറ്റ് ചെയ്തു. ഈ രാത്രിയിൽ വിസിറ്റ് ചെയ്താലുള്ള പ്രത്യേകത എന്താ? രാത്രിയുടെ പ്രത്യേകത എന്താ? വെളിച്ചം, വെട്ടമില്ല, ഇരുട്ടാണ്. 2, രാത്രി നമ്മൾ നിന്നാൽ ആരും നമ്മളെ കാണില്ല. പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ എന്തോ പ്രത്യേകത പറഞ്ഞേ? രാത്രി കണ്ടിട്ടില്ലേ? ആരും
കേട്ടില്ലേ? ആരും തുണക്കില്ലേ? കൂട്ടിനില്ല, തുണക്കില്ലെന്നാ പറഞ്ഞ അല്ലേ? ഓക്കെ. ആ പക്ഷേ ചിലയിടത്തൊക്കെ രാത്രി ഭയങ്കര പോക്ക. അത് ഒരു ഭാഗം ശരിയാണ്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോ രാത്രിയിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയല്ലേ, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെന്ന് നമ്മൾ ഒറ്റയ്ക്കിരുന്നല്ലേ ജോലി ചെയ്യുന്നത്, രാത്രിയായിരിക്കും. അപ്പൊ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോ നമ്മുടെ ആ ആ നമ്മുടെ ചിന്ത എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക? കഴിഞ്ഞ പകലിൽ, രാത്രി വന്നപ്പോൾ കഴിഞ്ഞ പകലിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു ഇങ്ങനെ. അപ്പോ ഉച്ചയായപ്പോ ഒരാളുമായിട്ട് സംസാരിച്ചു, അല്പം അവൻ നമ്മളോട് അല്പം കയർത്ത് സംസാരിച്ചു. നാളത്തേക്കുള്ള പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് എഴുതുക. പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോ പറഞ്ഞ അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നാളെ ആകട്ടെ. അപ്പോ അതിനകത്ത് എഴുതി ഇന്നയാളിനോട് സംസാരിക്കണം. നാളത്തേക്കുള്ള പരിപാടി എഴുതുക. ഇവിടെ പറയുകയാണ്, രാത്രിയിൽ നീ എന്നെ സന്ദർശിച്ചു. അതിന്റെ ഒടുവിൽ പറയുക, ദുരുദ്ദേശം ഒന്നും കണ്ടെത്തുന്നില്ലതാനും. നീ എന്നെ പരീക്ഷിച്ചു, നീ എന്നെ ശോധന ചെയ്തു. യു ഹാവ് ടെംപ്റ്റഡ് മീ, യു ഹാവ് ടെസ്റ്റഡ് മീ, സെൻഡ് മീ ത്രൂ എ ടെസ്റ്റ്. ഒരു പരീക്ഷണത്തിൽ കൂടെ എന്നെ കടത്തിവിട്ടു. പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ, ഒന്നും ദോഷമായിട്ട് കണ്ടെത്താൻ നോക്കാതെ ഞാൻ വെളിയില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഒറ്റയ്ക്ക്, ആരും കാണാതെ, തനിയെ, ആരുമില്ലാതെ, ഏകനായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ നാം വിശുദ്ധരാണോ? നമ്മുടെ നോട്ടത്തിൽ നാം വിശുദ്ധരാണ്? നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ ഭാവമില്ലേ, ഞാൻ ഏതാണ്ടാണെന്നുള്ള രീതി, നമ്മുടെ ഭാവത്തിൽ നാം വിശുദ്ധരാണ്? നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ വിശുദ്ധരാണോ? നമ്മുടെ നടപ്പിൽ നമ്മൾ വിശുദ്ധരാണ്? ഒറ്റയ്ക്ക് പോകുമ്പോൾ, അത് രാത്രിയാണെന്നില്ല, പകലായിക്കോട്ടെ, ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ എത്രത്തോളം വിശുദ്ധരാണ്? ഇവിടെ പറയുകയാണ്, നീ എന്നെ സന്ദർശിച്ചു. ദൈവം സങ്കീർത്തനക്കാരനെ സന്ദർശിച്ചു, അതും രാത്രിയിലായിരുന്നു. എന്നാൽ ഒരു ദോഷവും കാണുവാൻ ഇടയായില്ല. നമുക്കങ്ങനെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പറയാനായിട്ട് സാധിക്കും, കർത്താവേ, ഏത് സമയം, ഞാൻ ഏത് സാഹചര്യത്തിലായാലും, ഒറ്റയ്ക്കായാലും കൂട്ടമായിട്ടായാലും, നിനക്കൊരു ദോഷവും എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ ജീവിക്കും എന്നുള്ള തീരുമാനം. അതാണ്, ആ തീരുമാനമാണ് ഒരു ശിഷ്യന്റെ തീരുമാനം. നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈൻ ക്രോസ് ചെയ്യുക മാത്രം. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ വരച്ചിരിക്കുന്ന ലൈൻ ക്രോസ് ചെയ്യുക. ഞാൻ മുമ്പേ ഗേറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ചെന്നൈയിൽ ആ ബോർഡിന്റെ കാര്യം പറഞ്ഞില്ലേ, അനുവാദമില്ലാതെ അപ്പുറത്തേക്ക് പ്രവേശിക്കുന്നതാണ് പാപം എന്ന് പറയും. അരുതാത്ത സ്ഥാനങ്ങളിലേക്ക് പോകുന്നതാണ്. നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നവർക്കറിയാം, റോഡിൽ കൂടെ പോകുമ്പോൾ അതിന്റെ നടുവിൽ കൂടെ വെള്ള വര ഇങ്ങനെ വരച്ച്, ചില റോഡിൽ, വലിയ റോഡിലാണെന്നുണ്ടെങ്കിൽ സൈഡിലും, രണ്ട് സൈഡിലും വെള്ള വര വരച്ച്, നടുവിൽ വരച്ചിരിക്കുന്ന വര ചിലപ്പോൾ നേരെ മുറിവൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകും. ചില സ്ഥലങ്ങളിൽ അത് ബോക്സ് ആയിട്ട്, ഈ വെള്ള വര തന്നെ ചെറിയ ബോക്സ് ആയിട്ട്. ഇങ്ങനെ കുറെ കഴിയുന്ന ചില സ്ഥലത്ത് വരുമ്പോൾ ഈ വെള്ള വര ആരോടും ചോദിക്കാതെ, മുന്നറിയിപ്പൊന്നുമില്ലാതെ, ബോർഡൊന്നും വെക്കാതെ മഞ്ഞ വരയായിട്ട് മാറും. വെള്ള കളർ മാറി മഞ്ഞ കളർ. അത് വലിയൊരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. അത് പറയുന്ന ഒരു മെസ്സേജ്. ബോർഡൊന്നും വെച്ചിട്ടില്ല,
വെള്ള മാറി മഞ്ഞയാവും. അതിന്റെ അർത്ഥം എന്തോ? ഇവിടെ ട്രൈ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ഉത്തരം പറഞ്ഞില്ല, ഇന്ന് നിങ്ങളുടെ ലൈസൻസ് ക്യാൻസലാക്കി. വെള്ള കളർ മാറി മഞ്ഞ കളറായി ലൈൻ ഇങ്ങനെ പോകുന്നതിന്റെ മെസ്സേജ് എന്താ? അതെന്താ പറയുന്നത് നമ്മളോട്? നോ ഓവർടേക്കിംഗ്. ഇവിടെ ഓവർടേക്കിംഗ് പാടില്ല. ശാന്തമായിട്ട് പറയുക. ആ കളർ നമ്മളോട് പറയും, ഈ മഞ്ഞ വര തുടരുന്നിടത്തോളം നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്. ഗോ ഇൻ ക്യൂ. നിങ്ങൾ ക്യൂ ആയിട്ട് മുൻപിൽ പോകുന്ന വാഹനത്തിന്റെ പുറകിൽ നിൽക്കാൻ ശ്രദ്ധിച്ചോണം. ഒരു കൊച്ചു കളർ, ഒരു കൊച്ചു ലൈൻ നമ്മളോട് അത്ര വലിയൊരു മെസ്സേജ് പറയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്ര ശ്രദ്ധിക്കണം, എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാ. ആ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകരുത്. ഇവിടെ ഈ ലൈൻ കവർ ചെയ്ത് അപ്പുറത്തോട്ട് മുൻപിൽ പോകുന്ന വണ്ടിയുടെ മുൻപിലോട്ട് കയറാൻ ഓവർടേക്ക് ചെയ്യരുത്. അനുവാദമില്ലാത്ത സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യുന്നതാണ് പാപം. ലൈൻ ക്രോസ് ചെയ്യുന്നതാണ് പാപം. അനുവാദമില്ലാത്ത സ്ഥലത്ത് കടക്കുന്നതാണ് പാപം. അനുവാദമില്ലാത്ത ഇടത്ത്, മുന്നറിയിപ്പുള്ള ഇടത്ത് ഓവർടേക്ക് ചെയ്യുന്നതാണ് പാപം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആരെയും അങ്ങനെ എവിടെയും ഓവർടേക്ക് ചെയ്തോ? ഇന്നലെ എവിടെയും ഓവർടേക്ക് ചെയ്തോ? നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും, നമ്മുടെ ചിന്തയിൽ എവിടെയെങ്കിലും, നമ്മുടെ നോട്ടത്തിൽ എവിടെയെങ്കിലും ഓവർടേക്ക് ചെയ്തോ? അതാണ് ദൈവം നമ്മെക്കുറിച്ച് നോക്കുന്നത്. ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ ശിഷ്യന്റെ നാവെന്ന് പറഞ്ഞാൽ അത് പാപം ചെയ്യാത്ത നാളാണ്. പാപം ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അനുസരിച്ച് നിൽക്കുന്ന നടക്കുന്നയാളാണ് ആര്? ശിഷ്യൻ. അതിനെപ്പോഴും ഓർക്കുന്ന, അനുസരിക്കുന്നവനാണ് ശിഷ്യൻ. ഈ കുറെ നാളുകൾക്ക് മുൻപ് നമുക്കറിയാം DGS ദിനകരൻ, അറിയില്ലേ? കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് സിംഗപ്പൂരിൽ ഒരു വലിയ ക്രൂസൈഡ് വരുന്നു. അപ്പോ മാസങ്ങൾക്ക് മുൻപേ അദ്ദേഹത്തിന്റെ ടീം പോയി അതിനുവേണ്ട കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തു, ആളുകളെ എല്ലാം കണ്ടു, ഇവരുടെ ഡിമാൻഡ്സ് എല്ലാം പറഞ്ഞു. ബ്രദർ ദിനകരൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേജ് എങ്ങനെയായിരിക്കണം, സ്റ്റേജിന്റെ വലിപ്പം എത്രയായിരിക്കണം, സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, സ്റ്റേജിലേക്ക് കയറുവാനുള്ള വഴി എങ്ങനെയായിരിക്കണം, സ്റ്റേജിൽ വയ്ക്കുന്നതായിട്ടുള്ള ചെടികൾ അതെങ്ങനെ വയ്ക്കണം, സ്റ്റേജിലെ പുൾപിറ്റ് എങ്ങനെയായിരിക്കണം, പാട്ടുപാടുന്നവർ എവിടെ ഇരിക്കണം, ആരൊക്കെ മീറ്റിങ്ങിന്റെ സമയത്ത് സ്റ്റേജിൽ ഇരിക്കണം, എത്ര ചെയർ, എത്ര കസേര സ്റ്റേജിൽ വേണം, ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ മീറ്റിങ്ങിന്റെ സമയമായി. അതിന് 2 ദിവസം മുമ്പ് ഈ ടീം, ബ്രദർ ദിനകരന്റെ ടീം, പ്രധാനപ്പെട്ട ടീമെല്ലാം അവിടെ ചെന്ന് പല ഹോട്ടലുകളായി താമസിച്ച് അവരവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും ഒരുക്കവും ആ ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. മീറ്റിങ്ങിന്റെ തലേ ദിവസം രാത്രി വൈകിട്ട് ബ്രദർ ദിനകരൻ ഫ്ലൈറ്റിൽ സിംഗപ്പൂരിൽ ഇറങ്ങി. അപ്പോ ഈ കമ്മിറ്റി നേരത്തെ തീരുമാനിച്ചിരുന്നു, ബ്രദർ വരുമ്പോൾ ആരാണ് ബ്രദറിനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടി ഹോട്ടലിലേക്ക് കൊണ്ടുപോകേണ്ടത്, ആര്? അപ്പോൾ അവരുടെ കമ്മിറ്റിയിലുള്ള അവിടുത്തെ വലിയ ധനികനായിട്ടുള്ള ഒരു മനുഷ്യനെ അവർ തീരുമാനിച്ചു. അപ്പൊ ഈ മനുഷ്യന് ഒത്തിരി വലിയൊരു ബിസിനസ്സുകാരനാണ്, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ബിസിനസ്. അപ്പൊ ഈ മനുഷ്യന് ഒത്തിരി കാറുകളുണ്ട്, പല കമ്പനിയുടെ, പല തരത്തിലുള്ള, പല വലിപ്പമുള്ള കാറുകൾ. അപ്പോ അതുകൊണ്ടാണ് മറ്റുള്ളവർ ഇദ്ദേഹത്തെ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം തക്ക സമയത്ത് അവിടെ ചെന്ന്
അവിടെ കാത്തു നിൽക്കുക, ബ്രദർ വരുന്നോ. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന കണ്ടു, ഇദ്ദേഹം ഓടിച്ചെന്നു, അദ്ദേഹത്തിന്റെ പെട്ടിയൊക്കെ വാങ്ങി ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്നപ്പോൾ പറഞ്ഞു, ഇതാ നമ്മുടെ വാഹനം വന്നു, നമുക്കതിൽ പോകാം. അപ്പോ ഹോട്ടലിലേക്കുള്ള യാത്ര മധ്യേ പറഞ്ഞു, ബ്രദർ എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ പേര് ജോസഫ് എന്നാണ്, ഞാൻ ഈ സിംഗപ്പൂരിലെ ഒരു ബിസിനസ്മാനാണ്. സിംഗപ്പൂരിൽ മാത്രമല്ല, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ എനിക്ക് എൻ്റെ ബിസിനസ് ഉണ്ട്. എനിക്ക് അനേക കാറുകളുണ്ട്, പല കമ്പനികളുണ്ട്, കുറെ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ കാറ് ബ്രദർ വരുന്നതിന് വേണ്ടി മാത്രം ഞാൻ 2 ദിവസത്തിന് മുമ്പ് വാങ്ങിയാണ്. മനസ്സിലായോ? ഇപ്പൊ ഇവര് സഞ്ചരിക്കുന്ന കാറ് ഏറ്റവും ബ്രാൻഡ് ന്യൂ, മുന്തിയ കമ്പനിയുടെ ലേറ്റസ്റ്റ് മോഡൽ കാർ. 2 ദിവസത്തിന് മുമ്പിൽ ബ്രദർ വരുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഈ കാർ വാങ്ങിയ. ഓക്കെ, അതെല്ലാം കേട്ടു. അദ്ദേഹത്തിന് സന്തോഷമായി, ഒന്നും മറുപടി പറയുന്നില്ല. ഇങ്ങനെ കേട്ടിരുന്നു. അവസാനം ഹോട്ടലിൽ ചെന്നു. ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുചെന്നാക്കിയിട്ട് മടങ്ങിപ്പോരാൻ നേരം ആ മുറിയുടെ കഥകൾ അടയ്ക്കുന്നതിന് മുൻപ് ഈ മനുഷ്യൻ പറഞ്ഞു, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോ എയർപോർട്ടിൽ വന്നു. ഇത്ര ധനികനായ വലിയൊരു ബിസിനസ്മാൻ, ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ, എന്നെ ഇവിടെ കൊണ്ടുവന്ന മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, മാത്രമല്ല ദൈവം എന്നോട് പറയാൻ എന്തെങ്കിലും ദൂത് പറഞ്ഞാൽ അത് എന്നോട് പറയാൻ മറക്കരുത്. ആ സന്തോഷം. ബ്രദർ പറഞ്ഞു, ഓക്കെ, നമുക്ക് കാണാം, നാളെ കാണാം. അപ്പോ ബ്രദർ ദിനകരൻ ഹോട്ടലിൽ താമസിച്ചു. പിറ്റേ ദിവസം മീറ്റിംഗ് തുടങ്ങുകയാണ്. മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് മീറ്റിംഗിലേക്ക് കൊണ്ടുപോകാനായിട്ട് വീണ്ടും ഈ മനുഷ്യൻ തന്നെ ഹോട്ടലിൽ വന്നു. അതേ കാറിൽ കൊണ്ടുപോയി അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യെസ്. ദൈവം എന്നോട് പറയാൻ എന്തെങ്കിലും ദൂത് പറഞ്ഞു? നോ, ഇല്ല. ഓക്കെ, അദ്ദേഹത്തിന് അതൊരു പ്രയാസമായി. അപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചത്, ബ്രദർ ദിനകരൻ പ്രാർത്ഥിച്ചാൽ ദൈവം ദൂത് പറയും എന്നാ ധരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ തന്റെ ധാരണയ്ക്ക് വിരുദ്ധമായി ബ്രദർ പറഞ്ഞു, നോ മെസ്സേജ് ഫോർ യു. നിന്നോട് പറയാനായിട്ട് ദൂതൊന്നും ദൈവം പറഞ്ഞില്ല. ആദ്യത്തെ ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞു, മടങ്ങി ഹോട്ടലിലേക്ക് വരികയാണ്. ഹോട്ടലിൽ കൊണ്ടുവിട്ട് ഇന്നലെ പറഞ്ഞ അതേ കാര്യം പറഞ്ഞു, ബ്രദർ യു ഹാവ് ടു പ്രേ ഫോർ മീ and tell me if at all there is a message from the Lord. കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്നോട് പറയാൻ ഒരു മെസ്സേജ് നിന്റെ കയ്യിൽ കിട്ടുന്നുവെങ്കിൽ അത് എന്നോട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓ, പ്രാർത്ഥിക്കും. വീണ്ടും അടുത്ത ദിവസമായി. 3 ദിവസമാണ് ക്രൂസൈഡ്. ക്രൂസൈഡ് രണ്ടാമത്തെ ദിവസം വന്നു, പിക്ക് ചെയ്തു. മീറ്റിംഗ് സ്ഥലത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഈ മനുഷ്യൻ ചോദിച്ചു, ബ്രദർ is there any message from the Lord? Did you pray for me? നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ദൈവം എന്തെങ്കിലും മെസ്സേജ് എന്നോട് പറയാൻ പറഞ്ഞോ? നോ. ഇന്നലത്തെ ഇതുപോലെ തന്നെ. അദ്ദേഹത്തിന് വീണ്ടും വലിയ വിഷമമായി. 2 ദിവസമായി, ഇനി 1 ദിവസം കൂടെ ഉള്ളൂ, ബ്രദറിൽ കൂടെ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടണം. അപ്പോ അത് കഴിഞ്ഞ് വീണ്ടും അന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഹോട്ടലിലേക്ക് കയറിയപ്പോൾ വീണ്ടും ഇതേ കാര്യം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മെസ്സേജ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. 3-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസത്തെ മീറ്റിംഗില് പോകാനായിട്ട് വണ്ടിയിൽ കയറി കുറച്ച് ദൂരം പോയി. പഴയ ചോദ്യം ചോദിച്ചു, ബ്രദർ ഡിഡ് യു പ്രേ ഫോർ മീ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇസ് ദേർ എനി മെസ്സേജ് ഫോർ മീ? എനിക്ക് എന്നോട് പറയാൻ ദൈവത്തിന്റെ സന്ദേശം, ദൂത് വല്ലതും ഉണ്ടോ? ബ്രദർ പറഞ്ഞു, നോ, ഇല്ല, ഒരു ദൂതും നിന്നോട് പറയാൻ ദൈവം പറഞ്ഞിട്ടില്ല. ഒത്തിരി വിഷമമായി. മീറ്റിംഗ് കഴിയാൻ പോവാ, ക്രിസ്ത്യൻ തീരുക, ഇനി സമയമില്ല. മീറ്റിംഗ് കഴിഞ്ഞു. അദ്ദേഹത്തെ കൊണ്ട് ഹോട്ടലിൽ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് എയർപോർട്ടിൽ പോകണം.
അപ്പോ ദിനകരൻ പറഞ്ഞു, ഒരു ഹാഫ് ആൻ അവർ, അരമണിക്കൂർ നേരം എനിക്ക് തരണം, എനിക്ക് റെഡിയാകാനായിട്ട്. ഓക്കെ. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, ആ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എന്തെങ്കിലും ദൂതുണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പോ അരമണിക്കൂർ കഴിഞ്ഞു. ദിനകരൻ അദ്ദേഹത്തെ വിളിച്ചു, മേളിൽ പോയി ബോക്സ് പെട്ടിയൊക്കെ എടുത്തു വന്നു. വണ്ടിയിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ, എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നോട് പറയാൻ ദൈവം എന്തെങ്കിലും ദൂത് പറഞ്ഞു? ആഹാ, വലിയ സന്തോഷമായി. 3 ദിവസം 4 ദിവസം കാത്തിരുന്ന കാര്യം. അപ്പോഴത്തേക്ക് ഇദ്ദേഹമാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആ സ്റ്റിയറിംഗ് ഒക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇപ്പൊ പറയരുത്, ഞാൻ ഈ വണ്ടി സൈഡിലോട്ടൊന്ന് പാർക്ക് ചെയ്യട്ടെ എന്നിട്ട് പറയാം. അപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ച് വണ്ടി സൈഡിലേക്ക് പാർക്ക് ചെയ്തു. പറഞ്ഞാട്ടെ, എന്താണ് ദൈവത്തിന് പറയാനുള്ളത്? അപ്പോൾ ദൈവത്തിന് പറയാൻ നിന്നോട് വലിയൊരു ദൂതാണ്. അത് നീ ശാന്തമായിട്ട് കേൾക്കണം, ധൃതി പിടിക്കരുത്, ശാന്തമായിട്ടിരുന്ന് കേൾക്കണം. ഇത് മുഴുവൻ കേട്ടിട്ടേ നീ എന്തെങ്കിലും സംസാരിക്കാം. ബ്രദർ ദിനകരൻ പറയാൻ തുടങ്ങി, വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ജീവിതത്തിൽ വലിയൊരു തകർച്ച വന്നപ്പോഴാണ് നീ ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഉടമ്പടിയിലേക്ക് വരുന്നത്. നിന്റെ അന്നുണ്ടായിരുന്ന ചെറിയ ബിസിനസ് മുഴുവൻ ഇല്ലാതെയായപ്പോൾ, തകർന്നടിഞ്ഞപ്പോൾ നീ ദൈവത്തിന്റെ മുൻപിൽ വന്നാൽ കണ്ണുനീരൊഴുകി പ്രാർത്ഥിച്ചു. അവിടെ ദൈവവുമായിട്ട് നീ ഒരു ഉടമ്പടി ചെയ്തു. എല്ലാ ദിവസവും രാത്രിയും രാവിലെയും എത്ര സമയമില്ലെങ്കിൽ, എത്ര താമസിച്ചാലും ദൈവസന്നിധിയിൽ ഇരിക്കും, ദൈവത്തോട് കാര്യങ്ങൾ പറയും. നീ അത് നാളെയും ചെയ്തു. ദൈവം വീണ്ടും നിന്റെ ബിസിനസിനെ ഒക്കെ വലുതാക്കി, വലിപ്പപ്പെടുത്തി. രാഷ്ട്രങ്ങളിലെ പല രാജ്യങ്ങളിലേക്ക് നിന്റെ ബിസിനസിനെ വളർത്തി. നീ ഇന്ന് വലിയൊരു ബിസിനസ് ശൃംഖലയുടെ നേതാവാണ്, ഒരു MD വലിയൊരു മുതലാളിയാണ്. എന്നാൽ ഇന്ന് നീ ദൈവവുമായിട്ടെടുത്ത ഉടമ്പടി ഉണ്ടല്ലോ, പണ്ടെടുത്ത ഉടമ്പടി, അത് നീ ചെയ്യുന്നില്ല. നീ നിന്റെ ബിസിനസ് വലിയതായപ്പോൾ, അനേക രാജ്യങ്ങളിൽ നീ യാത്ര ചെയ്യുമ്പോൾ, ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമായി നിന്റെ ശ്രദ്ധ, ദൈവസന്നിധി നീ മറന്നു കളഞ്ഞു. അവൻ ആ ദൂത് കേട്ടപ്പോൾ, ശരിയാണ് ഞാൻ പറഞ്ഞത്, ദൈവവുമായിട്ട് നാം ഉടമ്പടി എടുത്താൽ, ദൈവവൈതലായി ഞാൻ മുൻപോട്ട് പോകുമെന്ന് തീരുമാനിച്ചാൽ, ഒരു ശിഷ്യനായി തീരുവാൻ ആഗ്രഹിച്ചാൽ, ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ കൊടുത്താൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് വളരെ വില കൊടുക്കേണ്ട കാര്യം. നാം ദൈവത്തോട് എടുത്ത ഉടമ്പടി, ദൈവവുമായിട്ടെടുത്ത ഉടമ്പടി ചെയ്തെടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മളത് ചെയ്തേ ഒക്കൂ, ചെയ്യണം. ഇന്ന് പകൽക്കാലം ദൈവവും നാമുമായിട്ടെടുത്ത ഉടമ്പടിയുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ വഴിമധ്യേ അത് ബ്രേക്കായി, അത് നഷ്ടപ്പെട്ടു. പണ്ട് ദൈവത്തോട് പറഞ്ഞ ഏതെങ്കിലും കാര്യം ഇന്ന് നമ്മൾ മറന്നുപോയിട്ടില്ല, മറന്നതായി അഭിനയിക്കാറുണ്ട്. നാം അത് ചെയ്യാതെ പോകാറുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ തന്നെ നന്നായി പെരുമാറിക്കൊള്ളാം, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു കൊള്ളാം, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തിക്കൊള്ളാം. ദൈവസന്നിധിയിൽ എപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ?
കർത്താവെ, ഞാൻ നിന്റെ ശുശ്രൂഷയിൽ വിശ്വസ്തരായിക്കൊള്ളാം. ഞാൻ നിന്നോടൊപ്പം നിന്റെ കൈ പിടിച്ച് മുൻപോട്ട് പോയിക്കൊള്ളാം. എപ്പോഴെങ്കിലും ദൈവവുമായിട്ട് തീരുമാനമെടുത്തു, കർത്താവെ, ഞാൻ നിന്റെ ശിഷ്യനായിട്ട് ജീവിച്ചുകൊള്ളാം, ഞാൻ അതിൽ നിന്ന് മാറത്തില്ല, ഞാൻ ആ ലൈൻ ക്രോസ് ചെയ്യത്തില്ല, പാപത്തിലേക്ക് ഞാൻ വീഴത്തില്ല, പ്രവേശിക്കത്തില്ല, പാപം ചെയ്യാതെ ജീവിച്ചുകൊള്ളാം. തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയോ? തീരുമാനത്തിൽ നിന്ന് മാറിയോ? എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചോ? ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ശിഷ്യന്റെ നാവ് അത് പാപം ചെയ്യാത്ത നാവ്. രണ്ട് കാര്യം പറഞ്ഞു ഞാൻ. ഒരു ശിഷ്യന്റെ നാവിന്റെ പ്രത്യേകത ഏതാ? ഒന്ന്, ശിഷ്യന്റെ നാവ് പരിശീലനത്തിൽ കൂടെ കടന്നുപോയ നാവാണ്. രണ്ട്, പാപം ചെയ്യാത്ത നാവ്, ലൈൻ ക്രോസ് ചെയ്യാത്ത നാവാണ്. അരുതാത്ത കാര്യങ്ങൾ സംസാരിക്കാത്ത നാവാണ് ശിഷ്യന്റെ നാവ്. മൂന്നാമതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതൽ 41-ാം അധ്യായം വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാളെ കാണാം. അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ആളിന്റെ പേരെന്തോ ഓർക്കുന്നോ? ഉൽപ്പത്തി 37 മുതൽ 41 ആ ഭാഗത്തൊക്കെ കാണുന്ന ഒരാളുണ്ട്. വലിയൊരു മനുഷ്യനാണ്. ഒത്തിരി പ്രശ്നത്തിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേരാണ് യോസഫ്. യോസഫിന്റെ അപ്പന്റെ പേരെന്തുവാ? യോസഫ് ആരുടെ മോനാ? അപ്പോ ഈ യോസഫിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇത്രയും അധ്യായങ്ങളിൽ നമ്മൾ യോസഫിന്റെ ജീവിത ചരിത്രമാണ്. യോസഫിന്റെ ചരിത്രം എവിടെ ആരംഭിക്കുന്നത്? അതിനു മുമ്പുണ്ട്, പിതാവ് തന്നെ ഏറ്റവും അധികം തന്റെ മക്കളിൽ ഏറ്റവും അധികം സ്നേഹിച്ച മകനാണ് ആര്? യോസഫ്. അത് അവന്റെ സഹോദരന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം. അപ്പൻ ഇവനെ സ്നേഹിക്കരുത്. അതിനെന്തെങ്കിലും കുതന്ത്രങ്ങൾ പയറ്റണം, കണ്ടുപിടിക്കണം. അപ്പോഴാണ് യോസഫ് ഒരു സ്വപ്നം കാണുന്നു. ജ്യേഷ്ഠന്മാരെല്ലാവരും അവന്റെ മുൻപിൽ വണങ്ങുന്നതായിട്ടുള്ളൊരു സ്വപ്നം. പിന്നെ അവനെ സ്വപ്നക്കാരാന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവനെ നശിപ്പിക്കാൻ. അപ്പോ ചേട്ടന്മാരെല്ലാം ആടിനെ തീറ്റാൻ പോയപ്പോൾ അപ്പൻ പറഞ്ഞു, നീ അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അപ്പവും സാധനങ്ങൾ, അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്ത് യോസഫിനെ വിടുന്നു. അവൻ ചെല്ലുന്നത് ദൂരെ കണ്ട സഹോദരന്മാർ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നു, നമുക്കവനെ ഇല്ലാതെയാക്കാം. അപ്പം മൂത്ത സഹോദരൻ രൂപൻ പറഞ്ഞു, വേണ്ട, അവനോട് നമുക്ക് ദ്രോഹമൊന്നും ചെയ്യരുത്, അവന്റെ ശരീരത്തോടൊന്നും ചെയ്യരുത്. അപ്പോ ഇവനെ പിടിച്ച് അവരെന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ ഒരു കുഴിയിലിട്ടു. ഇട്ടതിന് ശേഷം അതിലൂടെ വന്ന മദ്യാനിയ കച്ചവടക്കാർക്ക് അവനെ വിറ്റു. അവരവനെ കൊണ്ടുപോയി ഇവനെ കൊണ്ടുപോയി പൊത്തിഫർ, രാജാവിന്റെ സേനാനായകന്റെ വീട്ടിൽ കൊണ്ടുപോയത് അവന് വിറ്റു. നമുക്ക് ആ കഥയൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പൊത്തിഫറിന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് അവന്റെ വീട്ടിലെ പണിക്ക് വേണ്ടി അവിടെ നിർത്തി. അപ്പൊ പൊത്തിഫർ നോക്കിയപ്പോ, കൊള്ളാം, നല്ല പയ്യൻ, നല്ല മിടുക്കൻ, സുന്ദരൻ, സുമുഖൻ, കൊള്ളാം, ഇവനെ വീട്ടിൽ കിട്ടിയത് നല്ലതായല്ലോ. അപ്പോ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പറയുന്നത്, പൊത്തിഫറിന്റെ വീടിന്റെയും അവന്റെ കയ്യിലുള്ള എല്ലാ സ്വത്തിന്റെയും താക്കോൽ കൂട്ടം പൊത്തിഫർ ആരുടെ കയ്യിലേൽപ്പിച്ചു? യോസഫിന്റെ കയ്യിലേൽപ്പിച്ചു. യോസഫ് ആ വീടിന്റെയും ആ ചുറ്റുപാടിന്റെ എല്ലാം നേതാവായിട്ട് ഇങ്ങനെ നിൽക്കുക. അവിടെ ദൈവവചനത്തിൽ പറയുന്നത്, വായിക്കണ്ട, അവിടെ പറയുന്നത്, പൊത്തിഫർ ജോലിയിൽ നിന്ന് മടങ്ങി വീട്ടിൽ വരുമ്പോൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഭക്ഷണത്തിന് തന്റെ മുൻപിൽ വരുന്ന കൊണ്ടുവയ്ക്കുന്ന സാധനമല്ലാതെ അവനുള്ളതൊന്നും പൊത്തിഫറിന് അറിയത്തില്ല. കാരണം എല്ലാത്തിന്റെയും ചുമതല ആർക്കാ? യോസഫിന്. അങ്ങനെ അത്ര വിശ്വസ്തനായിട്ട് നിന്നു. വിശ്വസ്തനായിട്ട് പൊത്തിഫറിന്റെ വീട്ടിൽ നിന്നു. അപ്പോഴാണ് സംഭവിച്ചത്, അവന്റെ ഭാര്യയ്ക്കൊരു
ഒരു താല്പര്യം. അവിടെ നമുക്കറിയാം, ആ കഥ നമുക്കറിയാം. അങ്ങനെ ഇവനെ പിടിച്ച് ജയിലിൽ, ഭാര്യ അവനെ കുറിച്ച് തെറ്റായത് പറഞ്ഞു, വേണ്ടാത്തത് പറഞ്ഞു, ഇവനെ പിടിച്ച് ജയിലിലാക്കി, കാരാഗ്രഹത്തിലാക്കി. ഇവൻ അവിടെ കിടക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി, ജയിലിന്റെ അധിപൻ നോക്കി ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ നല്ല പയ്യനാണല്ലോ, വിശ്വസ്തനാണല്ലോ. അവിടെ വിശ്വസ്തൻ എന്ന് കണ്ടപ്പോൾ യോസഫിനെ ആ ജയിലിലുള്ള ജയിൽ പുള്ളികൾക്ക് നേതാവായിട്ട്, ജയിൽ പുള്ളികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ ചുമതലപ്പെട്ടു. അപ്പോ ജ്യേഷ്ഠന്മാർ അവനെ വിറ്റു. പൊത്തിഫറിന്റെ വീട്ടിൽ അവൻ വലിയവനായിരുന്നു. പക്ഷെ അവൻ വീണ്ടും താഴോട്ട് വന്നു, താഴെ വീണു, കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹത്തിൽ അവൻ വിശ്വസ്തൻ എന്ന് കണ്ടു. അവിടെ അവൻ വലിയൊരു സ്ഥാനത്തായി, നേതാവായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവ് ഒരു സ്വപ്നം കണ്ടു. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനായിട്ട് രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു. ചുരുക്കമാണ്. അവിടെ ചെന്ന യോസഫ് ഇതിന്റെ അർത്ഥമൊക്കെ, സ്വപ്നവും പറഞ്ഞു, സ്വപ്നത്തിന്റെ അർത്ഥവും പറഞ്ഞു. സ്വപ്നത്തിന്റെ അർത്ഥവും പറഞ്ഞു, ആ കാര്യം എങ്ങനെ മറികടക്കണം, ആ പ്രശ്നം എങ്ങനെ മറികടക്കണമെന്ന് അതും പറഞ്ഞു കൊടുത്തു. രാജാവ് ഒരിക്കലും ചിന്തിച്ചില്ല. രാജാവിന്റെ ശകുനവാദികൾ, മന്ത്രവാദികൾ, ആ ദേശത്തുള്ള വലിയ വലിയ ആളുകളെ ഒക്കെ വിളിച്ചു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അവർക്ക് ആർക്കും പറയാനത്തില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ യോസേഫ് രാജാവിന്റെ അടുക്കൽ വന്ന സ്വപ്നം വിശദീകരിച്ചു. നിന്റെ ദേശത്ത് വലിയൊരു ക്ഷാമം, പട്ടിണി, പഞ്ഞം വരാനായിട്ട് പോകുക. എന്നാൽ അടുത്ത വർഷങ്ങളിൽ നിനക്ക് കിട്ടുന്ന വിളവ് നീ ശേഖരിച്ചു വെക്കണം. അത് ശേഖരിക്കാനായിട്ട് നിന്റെ പാണ്ഡികശാലകളെല്ലാം പൊളിച്ച് പുതിയതാക്കണം, വലിപ്പപ്പെടുത്തണം. നീ അത് ശേഖരിക്കണം. ആ 7 വർഷം കൊണ്ട് നീ അത് ചെയ്ത് അടുത്ത 7 വർഷം നിന്റെ ദേശത്ത് വരുന്ന പട്ടിണി നേരിടാനായിട്ട് സാധിക്കണം. ഈ കാര്യം ഇഷ്ടപ്പെട്ടപ്പോൾ രാജാവ് പറഞ്ഞു, എന്തിന് ഞാൻ വേറൊരാളെ നോക്കണം, നീ തന്നെ ഈ രാജ്യത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ യോസഫ് ഫറവോന്റെ മന്ത്രിയായി. അവിടെ പറയുന്നത്, ഫറവോ രാജാവ് അവന്റെ മോതിരം ഊരി യോസഫിന്റെ കയ്യിൽ ഇട്ടുകൊടുത്തു, രഥത്തിൽ കയറ്റി അവന്റെ ദേശത്ത് ചുറ്റി നടന്ന് വിളംബരം ചെയ്തു. ഇനിയും യോസഫ് ആയിരിക്കും ഈ രാജ്യത്തെ രണ്ടാമൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും യോസഫ് പറയുന്നതാണ് അനുസരിക്കേണ്ടത്. സിംഹാസനം കൊണ്ട് യോസഫിനോട് പറഞ്ഞു, ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ, എനിക്ക് സിംഹാസനമുണ്ട്, നിനക്ക് സിംഹാസനമില്ല. രാജാവ് ഇരിക്കുന്ന സ്ഥലമേ, രാജാവിന്റെ ഇരിപ്പിടം, മുദ്രമോതിരം പോലും നിന്റെ കയ്യിലായി, അധികാരമെല്ലാം നിന്റെ കയ്യിലായി. ഒരു കൽപ്പന കൊടുക്കണമെങ്കിൽ മുദ്ര വെക്കുന്നതാ, അത് വെച്ച് വേണം സീൽ ചെയ്യാൻ, അതുപോലും നിന്റെ കയ്യിലായി. അതുകൊണ്ട് നിനക്ക് ഈ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജ്യത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, പട്ടിണിയാവുന്നു, പ്രശ്നമാവുന്നു. അപ്പോൾ അയൽ രാജ്യത്ത് നിന്ന് ആളുകൾ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് ഇവിടെ വരുന്നു, ഈ രാജ്യത്ത് വരുന്നു. അവിടെ ഭക്ഷണത്തിന്റെയും ഈ പാണ്ഡികശാലയുടെയും എല്ലാം ചുമതല യോസഫിനാണ്. ഇതൊന്നും അറിയാതെ യോസഫിന്റെ സഹോദരന്മാരോട് യോസഫിന്റെ പിതാവ് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ഭക്ഷണം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഓക്കെ, അവര് പോയി. ഇങ്ങനെ ആളുകളൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇവിടെ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ, ലൈനിൽ നിൽക്കുമ്പോൾ യോസഫ് ഇതൊക്കെ ഒന്ന് നോക്കാനായിട്ട്, ഒരുപക്ഷെ പുറകിൽ കൈയൊക്കെ കെട്ടിയായിരിക്കും വരുന്നത്. വലിയ ആളായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ ലൈനിൽ നിൽക്കുന്നു കുറെ പേര്, വളരെ മുഖപരിചയമുള്ള കുറച്ചാളുണ്ട്. ഇതാരാ? മനസ്സിലായി, എൻ്റെ ജ്യേഷ്ഠന്മാരാ, എൻ്റെ സഹോദരന്മാരാ. അപ്പൊ മനസ്സിൽ നമ്മളായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ, അന്നേരമേ അവിടുന്ന് പിടിച്ചിറക്കി 2 അടി പോയി ഓടാന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ യോസഫ് എന്തോ ചെയ്തു? ഒരക്ഷരം പോലും മിണ്ടിയില്ല. യോസഫിന്റെ അധികാരം വെച്ചുകൊണ്ട് അവൻ എന്തും ചെയ്യാമായിരുന്നു. അവന്മാരെ പിടിച്ചങ്ങ് അന്ധകാരത്തിലാക്ക്,
അങ്ങ് പുറകിൽ കൊണ്ടുപോകും, ജയിലിലാക്ക് എന്നൊക്കെ വേണേൽ പറയാമായിരുന്നു. പക്ഷേ യോസഫ് അതൊന്നും പറഞ്ഞില്ല. പറയാതെ ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ അവര് ഭക്ഷണം കൊടുത്തേക്കണം, എന്നിട്ട് അവരുടെ ചാക്കിൽ ഒന്ന് രണ്ട് സാധനമൊക്കെ കയറ്റി വെച്ചേക്കണം, അവരെ ഒന്ന് പേടിപ്പിക്കാം. അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് യോസഫിനെ അവർക്ക് മനസ്സിലായില്ല. അപ്പൊ അവരോട് ചെന്നിട്ട് ജോസഫ് പറഞ്ഞു, നിങ്ങളെ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ, നിങ്ങൾ എന്റെ രാജ്യത്തെ ഒറ്റുനോക്കാൻ വന്നിരിക്കുന്നവരാണ് എന്ന് തോന്നുന്നല്ലോ, ചാരന്മാരായിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പൊ അവര് പറഞ്ഞേ, ഞങ്ങള് ഒരപ്പന്റെ മക്കളാണ്, ഞങ്ങൾ ഒരപ്പന്റെ മക്കളാ, സ്വന്തം സഹോദരങ്ങൾ. ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചുപോയി. അപ്പൊ ഈ മരിച്ചുപോയ സഹോദരനായി മുൻപിൽ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചുപോയി, ഇളയ സഹോദരൻ അപ്പന്റെ കൂടെ വീട്ടിലാണ്. അപ്പൊ പറഞ്ഞു, ശരി, നിങ്ങളുടെ ഇളയ സഹോദരനെ കൂടെ കൂട്ടിക്കൊണ്ടുവരാം. കൂട്ടിക്കൊണ്ടുവന്നു. നമുക്ക് സംഭവമൊക്കെ നമുക്കറിയാം. എത്ര പക്വതയോടെ യോസഫ് അവിടെ ഇടപെട്ടു. പക്വത എന്നുള്ളത് എന്തോ അതിന്റെ മലയാളം, പക്വതയുടെ തമിഴ് എന്തുവാ? പക്വത, മച്യൂരിറ്റി. മച്യൂരിറ്റി എന്ന് ചൊന്നാൽ എന്നത് തമിഴ്? മച്യൂരിറ്റി തമിഴ് എന്നാ ചൊല്ലുക? നമുക്ക് വളർച്ച അടഞ്ഞാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. മച്വറാകണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോ വളർച്ച അടഞ്ഞവരായിരിക്കണം നമ്മളൊക്കെ. ഒരു ജീവിത സാഹചര്യത്തെ നേരിടുന്നത് എങ്ങനെ വേണം, നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ വേണം. അപ്പോൾ ശിഷ്യന്റെ നാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളർച്ചയടഞ്ഞ നാവായിരിക്കും, മച്ചുവറ്റന്നായിരിക്കും. അപ്പൊ 3 പ്രത്യേകത നമ്മൾ വേണം. ഒന്ന്, ശിഷ്യന്റെ നാവ് പരിശീലനം ലഭിച്ച നാവ്, അല്ലെങ്കിൽ പരിശീലനത്തിൽ കൂടെ കടന്നുപോയ നാവ്. 2, പാപം ചെയ്യാത്ത നാവ്, the tongue that cannot sin, പാപം ചെയ്യാത്ത നാവ്. 3-മത്തേത് മച്ചുവറ്റൻ, വളർച്ചയടഞ്ഞ നാവ്. ഇന്ന് പക്വത, മലയാളത്തിൽ പക്വത എന്നാ, തമിഴിൽ വേറെ വല്ലതും ഉണ്ടോ, വേറെ വാക്കാണോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് പക്വമായിട്ടുള്ള നാവ്, വളർച്ചയടഞ്ഞ നാവ്, മച്ചുവറ്റൻ. എവിടെ എന്തു പറയണം, എങ്ങനെ സാഹചര്യത്തെ കൈകാര്യം ചെയ്യണം. നമ്മുടെ നാവ് എങ്ങനെയുണ്ട്? പക്വമായ നാവാണോ? വേണ്ടാത്ത സ്ഥലത്ത് എന്തെങ്കിലും പറയണം? നമ്മുടെ സംസാരം ഭംഗിയായി സംസാരിക്കുമോ? നന്നായിട്ടാണോ സംസാരിക്കുന്നത്? പക്വതയോടെ സംസാരിക്കുമോ? മറ്റുള്ളവർ നമ്മുടെ സംസാരത്തെ കേൾക്കുമ്പോൾ, നമ്മുടെ ഭാഷയെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു അങ്ങനെ പറയത്തില്ലേ? തലയൊക്കെ ഒന്ന് അടിച്ചേച്ച് പറയത്തില്ല. ശിഷ്യന്റെ നാവിന്റെ പ്രത്യേകത അത് പക്വതയുള്ള നാവാണ്. അപ്പൊ ഞാൻ ഇനി ഒത്തിരി പ്രത്യേകതകളുണ്ട്. പിറുപിറുക്കാത്ത നാവാണ്, സാക്ഷ്യമുള്ള നാവാണ്. അത് പറഞ്ഞാൽ ഇനി ഒത്തിരി പോകണം. 3 കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത ഒരു അവയവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യഹോവയായ കർത്താവ് എന്റെ ചെവി ഉണർത്തുന്നു. ഓരോ പ്രഭാതത്തിലും രാവിലെ തോറും അവൻ എന്നെ ഉണർത്തും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. രാവിലെ തോറും അവൻ എന്നെ ഉണർത്തുന്നു, ഓരോ പ്രഭാതത്തിലും എന്ന് പറഞ്ഞാൽ അവന്റെ ഹിതം എന്തെന്നറിയാൻ, അവന്റെ ഹിതത്തിലേക്ക് എന്റെ ചിന്താമണ്ഡലങ്ങളെ അവൻ ഉണർത്തും. ചെവി ഉണർത്തുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് പറയുന്നത്. ഓരോ പ്രഭാതത്തിലും, ഓരോ രാവിലെയും അവന്റെ താല്പര്യങ്ങളോട്,
അവന്റെ ഹിതത്തോട്, ദൈവഹിതം മനസ്സിലാക്കുവാൻ അതിലേക്ക് എന്റെ ചിന്തയെ ഉണർത്തും. രാവിലെ ഇപ്പൊ നല്ല ഒരുമാതിരി തണുപ്പൊക്കെ ഉള്ള സമയമല്ലേ. ഇപ്പൊ നമ്മൾ പുതച്ചൊക്കെ കിടക്കുമ്പോൾ രാവിലെ വെളുപ്പിന് വന്ന് നമ്മുടെ തോളിൽ ആരോ തട്ടി, നമ്മളെന്തോ ചെയ്യും? നമ്മൾ നല്ല ഉറക്കത്തിന്റെ സമയം, വെളുപ്പിന് വന്ന് തോളിൽ തട്ടുമ്പോ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തിരിച്ച് ഒരു തട്ട് തട്ടിയിട്ട് പുതപ്പ് ഒന്നുകൂടെ വലിച്ചിട്ട് തിരിഞ്ഞങ്ങോട്ട് കിടക്കും. അല്പസമയം കഴിയുമ്പോൾ വീണ്ടും മറ്റേ തോളിൽ വന്നും തട്ടി. അപ്പോ വീണ്ടും നമ്മൾ നമ്മുടെ ആ കൈ കൊണ്ട്, ആ സൈഡിലുള്ള കൈ കൊണ്ടൊന്ന് തട്ടി പുതപ്പ് വലിച്ചിട്ട് നമ്മൾ തിരിഞ്ഞു കിടക്കും. ആരാണെന്ന് നോക്കാൻ നമുക്ക് താല്പര്യമില്ല. കണ്ണടച്ച് നമ്മൾ ഉറക്കോ, അതുകൊണ്ട് കണ്ണ് തുറക്കാൻ പോലും ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുകയാണ്, രാവിലെ തോറും ഓരോ പ്രഭാതത്തിലും അവൻ എന്നെ ഉണർത്തുന്നു. അവന്റെ താല്പര്യം, അവന്റെ ഹിതം ഇന്ന് പകൽക്കാലം എന്നെക്കുറിച്ച്, എന്റെ ജീവിതത്തിൽ എന്താണെന്ന് എന്നോട് പറയുവാൻ, എന്നെ അറിയിക്കുവാൻ ഓരോ ദിവസവും രാവിലെ അവൻ എൻ്റെ അടുക്കൽ വന്ന് തട്ടി ഉണർത്തുന്നു. നിങ്ങളുടെ അച്ഛൻ വെളുപ്പിന് 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഏതാണ്ട് 3-3:30 വരെ പ്രാർത്ഥിക്കും. പോട്ടെ, നിങ്ങൾ 2 മണിയാകുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിലും ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, ഒരു 4:30 എഴുന്നേക്കാമോ? 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കാമോ? നിങ്ങളുടെ അന്നത്തെ ജീവിതം ഏറ്റവും ധന്യമായിരിക്കും, ഏറ്റവും അനുഗ്രഹമായി. ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ദൈവം പറയും. അത് കേൾക്കാൻ നമ്മുടെ ചെവി കൂർപ്പിച്ചാൽ മതി. അതാ പറയുന്നത്, അവൻ രാവിലെ തോറും, എവറി മോർണിംഗ് എന്ന് പറയുന്നത്, എവറി മോർണിംഗ്, ഓരോ പ്രഭാതത്തിലും അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു, തുറക്കുന്നു. എവിടോട്ടാ? ദൈവഹിതത്തിലേക്ക് എന്റെ ചിന്താ മണ്ഡലങ്ങളെ കൊണ്ടുചെന്ന് തുറന്നു വയ്ക്കും. ദൈവത്തിന്റെ ഹിതം ഇന്ന് എന്റെ ജീവിതത്തിൽ എന്താണ് എന്ന് ദൈവത്തിന് എന്നോട് പറയുവാൻ ഓരോ രാവിലെയും എന്റെ ചിന്താ മണ്ഡലത്തെ തുറക്കുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ്. ഇന്ന് രാവിലെ ആ ശബ്ദം കേട്ടോ? കൈ ഉയർത്താൻ പറയുന്നില്ല. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ശബ്ദം അങ്ങനെ കേട്ടോ? രാവിലെ ദൈവഹിതം അറിയുവാൻ നമ്മുടെ കാത് കൂർപ്പിക്കാനിടയായി നമ്മുടെ ചെവി തുറന്നു. ദൈവശബ്ദം എന്തേലും കേട്ടോ? ഇന്ന് പകൽ എന്ത് ചെയ്യണമെന്ന് ദൈവം നമ്മൾ പറഞ്ഞോ? അവൻ രാവിലെ തോറും എൻ്റെ ചെവി ഉണർത്തും. ഞാൻ അവന്റെ താല്പര്യത്തിന് എതിർത്തില്ല, മറുത്തു നിന്നില്ല, അതിനോട് ഒരു എതിർപ്പും കാണിച്ചില്ല. ഞാൻ എഴുന്നേറ്റു. തണുപ്പായിക്കോട്ടെ, പുതച്ചു കിടക്കാൻ സുഖമായിക്കോട്ടെ, ദൈവം വന്ന് തട്ടിയപ്പോൾ അതിരാവിലെ ഞാൻ എഴുന്നേറ്റു. അവനോട് സംസാരിച്ചു. അവന് പറയുവാനുള്ളത് ഞാൻ കേട്ടു. ചെവിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ ഭാഗത്തോട്ട് ഞാൻ കിടക്കുന്നില്ല. കാത് കേൾക്കുവാനുള്ളതാണ്. ഒരു ശിഷ്യന്റെ കാതെന്ന് പറയുമ്പോൾ അവൻ കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാം. അവൻ കേൾക്കുന്നത് നല്ലതിനെ കേൾക്കുവാൻ ശ്രമിക്കണം. നല്ലതിനെ മാത്രമേ ഒരു ശിഷ്യൻ കേൾക്കാവൂ. അഴുക്കിനെ കേൾക്കേണ്ട സാഹചര്യം വന്നാൽ അതിനെ അവിടെ വെച്ചേ മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുവാൻ ഓരോ പ്രഭാതത്തിലും നമ്മുടെ കാതിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ശബ്ദം വന്ന് നമ്മുടെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവശബ്ദത്തെ കേൾക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന്റെ താല്പര്യങ്ങളെ മനസ്സിലാക്കുവാൻ എല്ലാ പ്രഭാതത്തിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മറിച്ച് നമ്മുടെ താല്പര്യം അതിന് അനുസരിച്ചാണോ അതോ അതിന് വിരുദ്ധമാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ദൈവശബ്ദം കേട്ടോ? ദൈവം നമ്മോട് എന്താ പറഞ്ഞത്?
ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, എന്ത് കാര്യം പ്രാവർത്തികമാക്കണമെന്നാ പറഞ്ഞത്, ആരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയണമെന്നാ പറഞ്ഞത്. ഒരു പ്രശ്നമാണ് ഇത്, ഈ നമ്മൾ തട്ടുന്നതും തിരിഞ്ഞു കിടക്കുന്നതും ഒക്കെ. ദൈവം നമ്മളോട് സംസാരിച്ചാൽ നമ്മൾ ആ കാര്യം ചെയ്യണമല്ലോ, അല്ലേ? അപ്പൊ നമ്മളത് ചെയ്യാൻ നമുക്ക് വലിയ താല്പര്യം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ തിരിഞ്ഞു കിടക്കുന്നത്. ദൈവശബ്ദം പ്രഭാതത്തിൽ കേൾക്കുവാൻ താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് അതൊരു രോഗം, അതൊരു രോഗമാണ് കേട്ടോ. നമ്മൾ ഒരിക്കൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതാ. ഞാൻ മുമ്പേ ആ സംഭവം പറഞ്ഞില്ലേ, ബ്രദർ ദിനകരന്റെ, ആ ധനികനായ മനുഷ്യന്റെ, അവന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ സ്ഥാനത്ത്, അവന്റെ ജീവിതത്തിലെല്ലാം നഷ്ടമായപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ചെന്ന്, കർത്താവേ, ഞാൻ അങ്ങയെ അനുസരിച്ചോളാം, അങ്ങയുടെ ശബ്ദം കേട്ടോളാം, അതിനെ അനുസരിച്ച് ജീവിച്ചോളാം, ഓരോ പ്രഭാതത്തിലും ഞാൻ അവിടുത്തെ മുഖം കാണാം, നോക്കാം, സംസാരിക്കാം, ഞാൻ എൻ്റെ ചെവി അവിടുത്തെ ശബ്ദത്തിന് തുറക്കാം എന്ന് പറഞ്ഞത് ദൈവം അവനെ രാഷ്ട്രങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ, അവന്റെ ബിസിനസ് വളർത്തിയപ്പോൾ, അവന് വേണ്ടതെല്ലാം കൊടുത്തപ്പോൾ, എല്ലാ പുതിയ പുതിയ കമ്പനികളുടെയും വാഹനങ്ങൾ അവന് കൊടുത്തപ്പോൾ, എല്ലാ നന്മയുടെയും ഉറവിടങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ, അവൻ ദൈവവുമായിട്ടെടുത്ത് തീരുമാനം അങ്ങ് മറന്നു. ഇപ്പോ ദൈവസന്നിധി അവന് വലിയ താല്പര്യമില്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറി. ഇന്ന് പകലിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് പകലിൽ നമുക്ക് സാധിച്ചു? ഇന്ന് പകൽ നമുക്ക് നമ്മെ തന്നെ ദൈവജനങ്ങളോട് കൊടുക്കാൻ സാധിച്ചു? പോട്ടെ, ഇന്ന് നടന്നത് ഇന്നലെ നമ്മൾ ദൈവശബ്ദം കേട്ടു, അതിന്റെ തലേത് മിനിഞ്ഞാന്ന് കേട്ടോ. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര ദിവസമായി നമ്മൾ ഇങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട്? എത്ര ദിവസമായി? ചിന്തിക്കുക. ദൈവം നമുക്ക് വേണ്ടതെല്ലാം തന്നു കഴിയുമ്പോൾ ദൈവത്തെ മറക്കുന്നവരായി തീരുവാനായിട്ടില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ സ്നേഹവും ജീവിതത്തിൽ അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ മുൻപോട്ട് പോയാൽ, ഞാൻ പറയാം, ദൈവം നമ്മെ ശാപത്തിന് മുഖാന്തരമാക്കും എന്നുള്ളതോർത്ത്. പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ നാം നമ്മെ തന്നെ വിലയപ്പെടുത്തുന്നു, തുറന്നു കൊടുക്കുന്നു എങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മ. ശിഷ്യനെ കുറിച്ചുകൂടെ നമ്മൾ പറഞ്ഞു വന്നതല്ലേ? ശിഷ്യന്റെ നാവ്. ആരാ ഒരു ശിഷ്യൻ? ശിഷ്യന്റെ നാവിന്റെ പ്രത്യേകത എന്താ? ഒരു ഭക്തനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു ശിഷ്യൻ അവൻ അണിയേണ്ടത് സ്ഥാന ചിഹ്നങ്ങളല്ല, മറിച്ച് ക്രിസ്തുവിന്റെ മുറിവുകളെയാണ് അവൻ അണിയേണ്ടത്. ഒരു ശിഷ്യൻ അണിയേണ്ടത്, അവന്റെ ഓർണമെന്റ്, അവൻ ധരിക്കേണ്ടത്. നമ്മളൊക്കെ മാല ഇടുമല്ലോ, അല്ലേ? കാതിപ്പൂ ഇടും, മോതിരമിടും. നമ്മൾ അണിയുക എന്നല്ലേ പറയും, നമ്മൾ ധരിക്കുക. അപ്പൊ ഒരു ശിഷ്യൻ ധരിക്കേണ്ടത് സ്ഥാനചിഹ്നങ്ങളല്ല, വലിയ ആളാണെന്ന് കാണിക്കാനായിട്ടുള്ള സ്ഥാനചിഹ്നങ്ങളല്ല, പിന്നെയോ മറിച്ച് യേശു ക്രിസ്തുവിന്റെ മുറിവുകളെ വഹിക്കുന്നവനായിരിക്കണം ഒരു ശിഷ്യൻ. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രകാരം ഒരു ശിഷ്യനായി ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? യേശുവിന്റെ മുറിവുകളെ ധരിച്ചുകൊണ്ടൊരു ശിഷ്യനായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ശിഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ കാലത്തിന്റെ വ്യത്യാസങ്ങളെ അറിയുന്നവനായി. കാലം മാറുന്നത് ഒരു ശിഷ്യൻ അറിയണം. അറിയാറുണ്ടോ കാലത്തിന്റെ മാറ്റം? അറിയാറുണ്ടോ ഭരണത്തിന്റെ മാറ്റം, രാഷ്ട്രത്തിന്റെ മാറ്റം, നേതാക്കളുടെ മാറ്റം, സഭയുടെ മാറ്റങ്ങൾ? എന്നാൽ അതിൻ്റെയൊക്കെ മധ്യേ നാമം ദൈവവുമായിട്ട് എടുത്ത ഉടമ്പടി മറക്കാതെ ഓർക്കുന്നവരാണ്. കാലത്തിന്റെ മാറ്റങ്ങളെ, വ്യത്യാസങ്ങളെ അറിയുന്നവനായിരിക്കണം ഒരു ശിഷ്യൻ. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ
ഗുരുവിന്റെ കയ്യിൽ എന്തിനും ഏത് രീതിക്കും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ കോളാമ്പി എന്തിനുപയോഗിക്കുന്ന കോളാമ്പി അറിയാമോ? അതെന്തിനാ ഉപയോഗിക്കുന്നത്? തമിഴ് വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത്. കോളാമ്പി തന്നെ. കോളാമ്പി മുറുക്കി തുപ്പാനൊക്കെ ഉപയോഗിക്കും. അല്ല കിടക്കയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് തുപ്പാൻ ഉപയോഗിക്കുന്നതാണ് കോളാമ്പി. കോളാമ്പി നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണോ? കോളാമ്പി എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ തുപ്പുന്ന, വലിയ നമ്മൾ ഗവനിക്കാത്ത എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ടുവെക്കും. എന്നാൽ ആ കോളാമ്പിയെ കിണ്ടിയാക്കി മാറ്റുന്ന, കിണ്ടി എന്ന് പറഞ്ഞാൽ നല്ല കളറാണ്. അതിനകത്ത് വെള്ളമെടുത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ, അതിഥികളൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടെ കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന കിണ്ടിയിൽ നിന്ന് അതിന് വലിയ സ്ഥാനമാണ്. കോളാമ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം. മനസ്സിലായോ? കിണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വാല് പോലെ ഒരെണ്ണമുണ്ട്, ഇങ്ങനെ പിടിച്ചാൽ വാലിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഒരു കോളാമ്പിയെ കിണ്ടിയാക്കുന്ന അതുപോലെയാണ് ഒരു സാധാരണക്കാരൻ യേശു കർത്താവിന്റെ വകയാകുക എന്ന് പറഞ്ഞത്. ഒരു വലിയ സ്ഥാനത്തോട്ട് മാറുക, ഒരു പുതിയ സാഹചര്യത്തിലെ പുതിയ അനുഭവത്തിലേക്ക് മാറുന്ന അനുഭവം. ഈ ഡിസൈപ്പിൾ എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് ശിഷ്യൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഒരാളിങ്ങനെ പറഞ്ഞു, there is a discipline in every disciple. There should be a discipline in every disciple. ഓരോ ശിഷ്യന്റെയും ജീവിതത്തിൽ ഒരു ശിക്ഷണം ഉണ്ടായിരിക്കണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ശിക്ഷണം, ചില പ്രത്യേകതകൾ. ശിക്ഷണം എന്ന് പറഞ്ഞാൽ തമിഴിൽ എന്തുവാ? ശിക്ഷണം തന്നെയാണ്. ഡിസിപ്ലിൻ, ഒഴുക്കം. ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ ഒഴുക്കം ഉണ്ടായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. കർത്താവിന്റെ വകയാണ് ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ there should be discipline, ഒഴുക്കം ഉള്ളവരായിട്ട് നാം ജീവിക്കണം. ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവനൊരു ദൂതുവാഹിയ, അവനൊരു മെസ്സഞ്ചർ, അവന് പറയാനായിട്ടൊരു ദൂതുണ്ട്, അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൂതുണ്ട്. ഉറങ്ങാണോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഒന്ന് ചിരിച്ചുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞ മറന്നുപോയോ? ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ ദൂതുവാഹിയ, ക്യാരിയിങ് എ സ്പെഷ്യൽ മെസ്സേജ് എന്നാ പറയുന്നത്. ഒരു പ്രത്യേക ദൂത് അറിയിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവനാണ് ആര്? ഒരു ശിഷ്യൻ. ആ ദൂത് അറിയിക്കാൻ നമ്മൾ ഒരുക്കമാണോ? ആ ദൂതും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പണ്ട് കാലത്ത് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, അഞ്ചലോട്ടക്കാരനായിരുന്നു. ഇതുകൊണ്ട് ഓടുവാനൊന്നും കിട്ടിയ രാജാവൊക്കെ ദൂത് കൊടുത്തയക്കുകയായിരുന്നു, ഇതുമായിട്ട് ഓടി എത്തിക്കുകയായിരുന്നു. ഇവിടെ പറയുകയാണ്, ഒരു ശിഷ്യൻ സ്വർഗത്തിലെ അവന്റെ കർത്താവിന്റെ, അവന്റെ ഗുരുവിന്റെ ദൂതുമായിട്ട് ഓടി നടക്കുന്നവനാണ്. അതറിയിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഓടുന്നവനാണ് ആര്? ഒരു ശിഷ്യൻ. അവന്റെ നാവിനെ കുറിച്ചാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നത്. അവന്റെ ചെവിയെ കുറിച്ചാണ് നാം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടി തുറക്കണം അവന്റെ ചെവി? അവന്റെ നാവ് എങ്ങനെയുള്ള നാവായിരിക്കണം? എത്ര അനുഗ്രഹീതമായിട്ടുള്ള ഒരു വിഷയമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ശിഷ്യൻ, കർത്താവിന്റെ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ അത് കൊച്ചു കാര്യമല്ല, ഇത് വലിയ വില കൊടുക്കേണ്ട കാര്യമാണ്. ശിഷ്യനൊരു ദൂതുവാഹിയ, ആ ദൂത് വഹിച്ചുകൊണ്ട് പോകുക. ഈ വണ്ടിപ്പെരിയാറ്റിലും ഇതിന് ചുറ്റുപാടുമുള്ള സ്ഥലത്ത് ശിഷ്യരായിരിക്കുന്ന നാം ശിഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതുമായിട്ട് ഓടിപ്പോകുവാൻ താല്പര്യമുള്ളവരാണ്. ഈ 2-3 ദിവസങ്ങൾ നാം കൺവെൻഷൻ സംബന്ധിച്ചതുകൊണ്ട് ഈ ദൂത് തിരിച്ചറിയുവാനും ഈ ദൂത് മറ്റുള്ളവരോട് അറിയിക്കുവാനും നാം കടപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ ഇന്നലെ ചോദിച്ചു,
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? ഒരാളോടെങ്കിലും. ഇന്നലെ നമ്മൾ ചിലരെങ്കിലും തീരുമാനിച്ചു, ഒരു ദിവസം ഞാൻ ഒരാളോടെങ്കിലും സുവിശേഷം അറിയിക്കും, പറയും. പറയാനായിട്ട് സാധിച്ചോ? ഇന്ന് ആരോടെങ്കിലും പറയാൻ, ഇങ്ങോട്ട് വന്നപ്പോൾ ആരെങ്കിലും കണ്ട് യേശു നല്ലവനാന്ന് പറയാൻ സാധിച്ചോ? എത്ര പറഞ്ഞാൽ മതി. ഒത്തിരി വേദപുസ്തകം കൊണ്ടൊന്നും പറയണ്ട. യേശു നല്ലവൻ, നിനക്ക് യേശു നല്ലവൻ, നിന്റെ രോഗത്തിന് യേശു മതിയായവനാ, നിന്റെ ആവശ്യത്തിന് യേശു മതിയായവനാ, നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു മതിയായവനാ, നിന്റെ ഭർത്താവിന് യേശു മതിയായവനാ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് യേശു മതിയായവനാ. ഒരു വാക്ക് പറയാമോ? ഒരു വാചകം പറയാമോ? ഇവിടെ പറയുകയാണ്, വിശിഷ്യൻ അവൻ ദൂതുവാകിയ. അതാണ് നമ്മൾ ആദ്യം വായിച്ച, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയുന്നത്. ഈ നാവ് നമ്മളെ ഏൽപ്പിച്ചത് എന്തിനു വേണ്ടിയാ? ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന്, ഇനിയും ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാള് നമ്മുടെ മുൻപിൽ നാം കാണുമ്പോൾ, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നാം കാണുമ്പോൾ, അങ്ങനെയുള്ളവനെ നമ്മുടെ വാക്കുകൊണ്ട്, നാം ഒന്നും കൊടുക്കണ്ട, നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവനെ ഒന്ന് താങ്ങാൻ, നമ്മുടെ വാക്കുകൊണ്ട് താങ്ങാൻ. പണ്ട് കാലത്ത് ഈ ചുമട്, കേരളത്തിലെ ചുമട് ഒക്കെ ചുമന്നുകൊണ്ട് പോകുന്നവർ ഈ വള്ളത്തിലൊക്കെ ആയിരുന്നു പണ്ട് സാധനങ്ങൾ, അവരുടെ കൃഷി സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുചെല്ലും, ചന്തയിൽ കൊണ്ടുചെല്ലും വെള്ളത്തിലായിരുന്നു കൊണ്ടുചെല്ലും. അന്ന് മറ്റ് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ വള്ളം പോകുന്ന വള്ളക്കടവിൽ സാധനങ്ങൾ എത്തിക്കുന്നത് ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൃഷിയിടത്ത് നിന്ന് ആളുകൾ തലച്ചുമടിലായി വലിയ കൊട്ടയിൽ 2-3 പേര് പിടിച്ച ഒരുത്തന്റെ തലയിൽ വെച്ചിട്ട് കുറേ ദൂരം ചെല്ലുമ്പോഴാണ് ഈ വള്ളക്കടവ്, അവിടെ കൊണ്ടുവന്ന് വെളുപ്പിന് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പൊ ഈ ഒരാൾ തന്നെ ചുമടുകൊണ്ട് പോകും, 2-3 പേര് പിടിച്ചു വെച്ചതായി ഈ ചുമട്. അപ്പൊ ഈ ചുമടും കൊണ്ട് ഈ മനുഷ്യൻ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഈ യാത്രയുടെ ഇടയ്ക്ക്, പോകുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് നിൽക്കണം, ഒന്ന് വിശ്രമിക്കണം. തല പിടലി കഴിക്കുന്നോ എന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് താത്തു വെക്കണമെങ്കിൽ തന്നെ ഒക്കത്തില്ല. അതിന് പിതാക്കന്മാർ കണ്ടതായിട്ടുള്ള ഒരു മാർഗം ഉണ്ടായിരുന്നു. 2 വലിയ കീറിയ കല്ല് നാട്ടിയിട്ട് അതിന്റെ മുകളിൽ ഒരു കല്ല് തിരിച്ചിടും. അതിന് അത്താണി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ അത് ചുമട് താങ്ങി എന്നും മലയാളത്തിൽ പറയും. അപ്പോ ഈ ചുമട് താങ്ങി പല സ്ഥലത്തും കാണും. ഇപ്പൊ അതൊരു കാഴ്ച വസ്തുവാണ്. ഇപ്പൊ ചുമട് താങ്ങിയൊക്കെ വളരെ അവിടെ ഇവിടെയൊക്കെ അപ്പോഴത്തേക്ക് ആളുകൾ നിർത്തും, അതിനെക്കുറിച്ച് പറയും, ഇതാ ചുമട് താങ്ങി. പണ്ട് നമ്മുടെ അപ്പന്മാരൊക്കെ ചുമടും കൊണ്ടുപോയപ്പോൾ അവരുടെ ചുമട് തനിയെ താത്തു വെച്ചിട്ട് വിശ്രമിച്ചിട്ട് പതിയെ അതിൽ നിന്ന് ഇറക്കി തലയിലോട്ടാക്കി കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന, അവരെ സഹായിച്ചിരുന്നത് ചുമട് താങ്ങിയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? തകർന്നിരിക്കുന്നവനെ കാണുമ്പോൾ അവന്റെ മുൻപിൽ ഒരു ചുമട് താങ്ങിയായി നിൽക്കുവാൻ നമുക്ക് സാധിക്കും. അവന്റെ ചുമടിനൊരു താങ്ങായിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, ജീവിതത്തിൽ ഇന്നേ വരെ ഒരിക്കലെങ്കിലും ഒരാളുടെ അവർക്കൊരു താങ്ങായി, അവർക്കൊരു സഹായിയായി, നമ്മുടെ വാക്ക് അവർക്കൊരു താങ്ങായി നമ്മൾ കൊടുത്തിട്ടുണ്ടോ? നേരെ മറിച്ച് ചെയ്യുക. ഒരുത്തൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അവനോട് വേറെ കുറച്ചുകൂടെ വേണ്ടാത്തൂടെ പറയും, നീ അങ്ങനെ പോയത് കൊണ്ട് ഇങ്ങനെ ആയത്, നിന്റെ സ്വഭാവം മാറ്റണം. അങ്ങനല്ല. അവൻ തളർന്നിരിക്കുന്നവനെ നമ്മുടെ വാക്ക് അവനൊരു താങ്ങാം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ശിഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ സമയം അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലൊന്ന് സമർപ്പിക്കാൻ, കർത്താവിനോട് പറയാൻ, കർത്താവേ, എനിക്ക് അവിടുന്ന് തന്നിരിക്കുന്ന ശിഷ്യന്റെ നാവ്, പരിശീലനത്തിൽ കൂടെ കടത്തിവിട്ട ഈ നാവ്, പാപം ചെയ്യരുത് എന്ന് കൽപ്പിച്ച് ആക്കി വെച്ച ഈ നാവ്, കർത്താവെ, പക്വതയോടെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ഈ നാവ്
ഞാൻ മനസ്സിലാക്കുന്നു. അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. പക്വതയോടെ ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതിനായിട്ട് കർത്താവേ, ഒരു ശിഷ്യനായ എന്നെ അവിടുന്ന് സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് വഹിച്ചുകൊണ്ട് ഞാൻ പോകേണ്ട അത്രയും ദൂരം പോകുവാൻ, അവിടുന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൂരം അത്രയും യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണം കർത്താവേ എന്ന സന്നിധിയിൽ നമുക്ക് പറയാമോ? കർത്താവേ, ഈ ദൂത് എവിടെയാണെങ്കിലും അറിയിക്കുക. തളർന്നിരിക്കുന്നവന് എന്റെ നാവ് താങ്ങായിട്ട് കൊടുക്കുക. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാമോ? കർത്താവേ, ഓരോ പ്രഭാതത്തിലും ഓരോ രാവിലെയും നീ എന്നെ വന്ന് തട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഹിതത്തിനായി എന്റെ കാതുകളെ തുറക്കുവാൻ എന്നെ സഹായിക്കണം കർത്താവ്. അതനുസരിക്കുവാൻ എന്നെ ഇടയാക്കണം കർത്താവ്. അതിനുവേണ്ടി എന്നെ ഒരുക്കണം കർത്താവ്. ഒരു ശിഷ്യനായിട്ട് തന്നെ ഗുരുവിനോടൊപ്പം മുൻപോട്ട് പോകുക. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാനും ആ ഒരു തീരുമാനത്തോട് പോകാമോ? അതിനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെല്ലാവരെയും സഹായിക്കും. ആമേൻ.